ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. മോർണിംഗ് 5:45 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഡ്യൂട്ടി ഞാൻ തുടങ്ങി. കുട്ടികൾ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായി. അപ്പോൾ അവർക്കില്ല ചായ ഉണ്ടാക്കലാണ് അടുത്ത പരിപാടി. കെറ്റിൽ വെള്ളം ചൂടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും. ഇതും എല്ലാ കാര്യം സ്വയം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓളക്കാര്യം നോക്കേണ്ട ആവശ്യം. ഷാനുവിൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേ. അപ്പം ഈ വർഷമാണെന്ന് പറഞ്ഞാൽ ഞാൻ മദ്രസയിൽ ചേർത്തിട്ടുണ്ടായത്. മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് വലിയ മടിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇന്നെന്തോ ചെറിയൊരു മടി പിടിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ അടുത്ത് രാവിലെ എണീക്കുമ്പോൾ എന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് പോകുന്നില്ല ഉമ്മ, നാളെ പോയിക്കോളാം. പിന്നെ ആദ്യം മദ്രസയിൽ പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാം കാണുമല്ലോ, കുറച്ച് കഴിയുമ്പോഴാണല്ലോ മടി വരും. അതേ അവസ്ഥ തന്നെ ഓനിക്കുണ്ടായി. അങ്ങനെ കുളിപ്പിച്ചിട്ടെടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും ഓൻ്റെ ഉറക്കൊന്നും ശരിക്കും തെളിഞ്ഞിട്ടില്ല കേട്ടാ. അപ്പോൾ ആ ഉറക്കപ്പിച്ചിൽ തന്നെ ഞാൻ ഓനെ എടുത്തിട്ട് റെഡിയാക്കുന്നുണ്ട്. പണ്ട് ഞാനും ഇതുപോലെ തന്നെ കേട്ടാ, രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. പിന്നെ ഉമ്മാൻ്റെ നിന്ന് 2 അടിയും തൊഴിയെല്ലാം കൊള്ളുമ്പോൾ എണീച്ചിട്ട് പോയിട്ട് കുളിച്ചോളൂ. നിങ്ങൾക്ക് ഇതുപോലെ മദ്രസയിൽ പോകുമ്പോൾ മടി ഉണ്ടായിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഓനെ രാവിലെ എണീപ്പിക്കലും പിന്നെ മദ്രസയിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു. കാരണം എനിക്ക് കുറച്ച് വാശി കൂടുതലാണ്. മാഷാ അല്ലാഹ് ഓനക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടാ. രാവിലെ വിളിക്കുമ്പോൾ തന്നെ എണീച്ചിട്ട് കുളിച്ചിട്ട് റെഡി ആവുന്നുണ്ട്. ഇന്ന് വിഷു ആണല്ലേ, അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാനിപ്പോൾ വിഷ് ചെയ്തെന്തെന്ന് വെച്ചെങ്കിൽ, രാവിലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് പലഹാരം കൊണ്ട് തന്നിട്ടുണ്ടായിന് വിഷുവിൻ്റെ. അപ്പം ആ പലഹാരം കൂട്ടിയിട്ട് അവർ ചായ കുടിക്കും. ഈ വിഷുവിന് ഓണത്തിനെല്ലാം സദ്യയെല്ലാം കിട്ടുന്നതല്ല ഈടെ വന്നതിന് ശേഷം കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് ഈ സദ്യ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെ അടുത്ത് ഹിന്ദുസൊന്നും അങ്ങനെ ഇല്ല. അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ സദ്യ ഒന്നും കിട്ടിയിട്ട് അറിയില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എല്ലാ വിഷുവിനും ഓണത്തിനും സദ്യയും പലഹാരമെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിവരെ മദ്രസയിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോകുന്നത്. അവരെ മദ്രസയിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ സ്ഥിരമായിട്ട് വർക്കൗട്ടൊന്നും ചെയ്യുന്നുണ്ടായിട്ടാ. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചെങ്കിൽ കുറച്ച് തടി കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് മാത്രമല്ല കേട്ടോ. കുറച്ചാളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ തടി വെച്ചിട്ടുണ്ട് എന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു മനസ്സിനൊരു സമാധാനം. അങ്ങനെ ഞാൻ തീരുമാനിച്ചതാണ് തടി കുറച്ചിട്ടേ ബാക്കി കാര്യം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല വർക്കൗട്ടും കഴിഞ്ഞിട്ടുള്ള നല്ല പാങ്ങല മധുരമുള്ള ചായവും അപ്പം എല്ലാം തിന്നുന്നുണ്ടെന്ന്. പക്ഷേ അവരിന്ന് കൊണ്ടു തന്നുകൊണ്ട് പിന്നെ എങ്ങനെയപ്പോൾ തിന്നാതിരിക്കുന്നത്. അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. ഒരു 5-8 തേങ്ങ ഞാൻ ചിരകിയിട്ടില്ല ഇതുപോലെ ബോക്സിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കലാണ് കേട്ടോ. ഫ്രീസറിൽ സൂക്ഷിക്കുന്നെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് ദിവസം ഇങ്ങനെ നിന്നോളും, ഒരു കേടും പറ്റാതെ ഇങ്ങനെ നിൽക്കലുണ്ട്. ഒരു 8 തേങ്ങയല്ല ഇതുപോലെ ചിരകിയിട്ട് വെച്ചെങ്കിൽ ഒരു 2 മാസം വരെ നമുക്ക് എത്തുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, നമ്മളെ പണിയും പെട്ടെന്ന് ആകുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ തേങ്ങ സൂക്ഷിക്കലുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പുട്ട് ചുടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചെങ്കിൽ, ആദ്യമായിട്ട് ഞാനൊരു പുട്ട് ചുട്ട ദിവസം ഞാൻ ഗൾഫിൽ പോയ സമയത്ത് യൂൻസ് ചാക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റെല്ലാം കൊടുത്തിട്ട് ഞെട്ടിക്കണം എന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ പുട്ട് ചുടാൻ വേണ്ടിയിട്ട് പോയതാണ്. പുട്ട് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും ആവി വരുന്നില്ല. അതുമാത്രമല്ല പുട്ടും കുറ്റി നന്നായിട്ട് കത്തുന്നുണ്ടായിന്. പിന്നെ അതെനിക്ക് മനസ്സിലായത് പുട്ടും കുറ്റിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ ആദ്യമായിട്ട് പുട്ട് ഇടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഞാൻ അവിടുന്ന് വരുവോളം ഞാൻ പുട്ട് ഇട്ടിട്ടില്ല. അങ്ങനെ പുട്ട് കൊളായതോടെ യൂണിസ്റ്റ് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിന്, ഇനി നീയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഏകദേശം അവിടുന്ന് പോകുമ്പോൾ എല്ലാം കത്തിച്ചിട്ടിളക്കൊന്നും യൂണിസ്റ്റാക്ക് പേടിയുള്ളത് കൊണ്ടാണ് അങ്ങനെ. പിന്നെ ഞാൻ പുട്ടുണ്ടാക്കിയത് ഞാൻ വേറെ വീട്ടിലേക്ക് പോയതിന് ശേഷം. നമ്മൾ ഒറ്റക്കാകുമ്പോഴാണല്ലോ എല്ലാം നമ്മൾ പഠിക്കല്. അതുപോലെ എല്ലാം ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ടായി. അന്ന് പാളിയതുപോലെ അങ്ങനെ എന്നും ഒന്നും ഇല്ലല്ലോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പുട്ട് നല്ല പെർഫെക്റ്റ് പുട്ടാണ് കേട്ടോ. പുട്ടിന് കറി എന്തെന്ന് ചോദിച്ചെങ്കിൽ നല്ല ചിക്കൻ കറിയും അതുപോലെ കടലക്കറിയും ഉണ്ടായിന്. രണ്ടും ഇന്നലത്തെ കറിയാണ് കേട്ടോ. ഇന്നലെ രാവിലെ ഉണ്ടാക്കിയ കടലക്കറി ഇന്നലെ രാവിലെ മാത്രമേ കൂട്ടിയിട്ടുണ്ടായിട്ടു. അങ്ങനെ ഞാനത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് വെച്ച ചിക്കൻ കറിയും ഉണ്ടായിന്. അങ്ങനെ അതും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ എനിക്കത്ര കടലക്കറിയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയാണ് കൂട്ടിയിട്ടുണ്ടായത്. ചിക്കൻ കറിയും പുട്ടും ആഹാ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എൻ്റെ ചിന്ത ലഞ്ചിന് ഞാൻ എന്തുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ വിചാരിക്കുന്ന നോമ്പ് കൈയുണ്ടായിരുന്നു എന്ന്. കാരണം എന്ന് വെച്ചെങ്കിലില്ലേ, നോമ്പിന് അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. രാവിലെ അത്തായം വെച്ചിട്ട് കിടന്നാൽ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് അസർ നമസ്കാരത്തിന് ശേഷമാണ് കേട്ടോ. അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡ് ഉണ്ടാക്കിക്കോളും. കാരണം എന്താ വെച്ചെങ്കിൽ വിശക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലോ തിന്നണമെന്ന് തോന്നില്ല. അതാക്കണം ഇതാക്കണം അങ്ങനെ പെട്ടെന്ന് ചടപടാന്ന് നമ്മളെല്ലാ ഫുഡ് ഉണ്ടാക്കിയിട്ട് വെക്കും. അതെല്ലാം നമ്മളെ തോന്നൽ മാത്രമാണ് കേട്ടോ. കാരണം നമുക്ക് നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തിന്നാൻ കഴിയില്ല. ഏകദേശം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത്, എൻ്റെ ചെടി കുറച്ച് വാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിലേക്ക് ക്ലീൻ ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയപ്പം നല്ല ടേസ്റ്റ് ആട്ടോ.
ഉമ്മാക്കിയതുകൊണ്ട് പ്രത്യേകം ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളാരെങ്കിലും ചക്കയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ വർഷം? അടുത്ത പരിപാടി ലഞ്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ലഞ്ചിന് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, പരിപ്പ് കറിയും നെയ്ച്ചോറും അതുപോലെ ചിക്കൻ പൊരിച്ചതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നെയ്ച്ചോറും പരിപ്പ് കറിയും അതുപോലെ അതിൻ്റെ കൂടെ പൊരിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഹാ, അന്നത്തെ ലഞ്ച് കുശാലായി. പിന്നെ നെയ്ച്ചോറ് തന്നെ വേണമെന്നിട്ടില്ല, ഏത് ചോറായാലും പ്രശ്നമില്ല കേട്ടോ. പക്ഷെ പരിപ്പ് കറിയും എന്തെങ്കിലും പൊരിച്ചതുണ്ടെങ്കിൽ പിന്നെ അച്ചാറും, പിന്നെ ഒന്നും ചോദിക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് ലഞ്ച് കഴിക്കുന്ന എന്തേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇന്ന് വിഷു ആയതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും ഷാനും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പിന്നെ ഫുഡും കഴിച്ചിട്ട് ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്തെ വൈബാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നല്ല മഴക്കാറുണ്ട്. എന്തായാലും ഇന്ന് മഴ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയമായതിൽ അപ്പം തന്നെ മഴ പെയ്തു. മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായ അതിൻ്റെ കൂടെ ഒരു കടിയെല്ലാം പിന്നെ ഒന്നും പറയണ്ടല്ലേ, ആസ്വദിച്ച് കുടിക്കും. എൻ്റെ ഡൈനിങ് ലൈഫ് എന്ന് പറയുന്നത് ഇത്ര തന്നെ കേട്ടോ. അങ്ങനെ രാത്രിയിൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, ഉച്ചക്കുണ്ടാക്കിയ ഫുഡ് തന്നെ രാത്രി ഉണ്ടാക്കും. ഇൻഷാ അല്ലാഹ് പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ.